പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വിചിത്രമായ കാര്യമുണ്ട്. അവർ എല്ലാവരെയും സംരക്ഷിക്കും, പക്ഷെ പലപ്പോഴും സ്വയം സംരക്ഷിക്കാൻ മറക്കും. ജൂലൈ മാസത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറാം. കാരണം ഈ മാസം ഭാഗ്യത്തിൻ്റെ മാസം മാത്രമല്ല, തിരിച്ചറിവിൻ്റെ മാസം കൂടിയാണ്. നിങ്ങൾ അവരെ വിശ്വസിക്കണം. നിങ്ങൾ ആരെ വിശ്വസിക്കണം, ആരിൽ നിന്ന് അകലം പാലിക്കണം. ജൂലൈ നിങ്ങളെ അത് പഠിപ്പിച്ചേക്കാം. പൂയ നക്ഷത്രത്തിൻ്റെ അധിപതി ശനിയാണ്, ബൃഹസ്പതിയാണ് ദേവത. അതുകൊണ്ട് തന്നെ പൂയ നക്ഷത്രക്കാരെ സംരക്ഷകരെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ഉത്തരവാദിത്തമുള്ളവരാണ്, കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്, വിശ്വസ്തരാണ്, ആത്മീയ ചിന്ത ഉള്ളവരുമാണ്. പൂയ നക്ഷത്രക്കാർക്കൊരു രഹസ്യ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് നോ പറയാറില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിക്ക സ്ഥലത്തും നിങ്ങൾ തോൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പോരാത്തതിന് മറ്റുള്ളവരുടെ പ്രശ്നം ഏറ്റെടുക്കും, സ്വന്തം സന്തോഷം മാറ്റിവെക്കും, പലപ്പോഴും ഉപയോഗപ്പെടും, പക്ഷെ ആരും അത് അറിയില്ല. കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, സാമ്പത്തിക സുരക്ഷ നഷ്ടപ്പെടുമോ, തങ്ങൾ സ്നേഹിക്കുന്നവർ അകന്നു പോകുമോ, നിങ്ങളെ വിലമതിക്കുന്നില്ലേ, ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ കുടുംബ ഉത്തരവാദിത്തം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക സന്ദർഭം ഉണ്ടായിരിക്കാം. ഒരാളുടെ പെരുമാറ്റത്തിൽ നിരാശ തോന്നിയിരിക്കാം. കരിയറിൽ കാത്തിരിപ്പ് അനുഭവപ്പെട്ടിരിക്കാം. ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ജൂലൈ മാസം കരിയർ മന്ദഗതിയിൽ തന്നെ ഉണ്ടാവുക. പക്ഷേ പൂയ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വേഗത്തിൽ ജയിക്കുന്നവരല്ല, സ്ഥിരമായി ജയിക്കുന്നവരാണ്. ജൂലൈയുടെ രണ്ടാം പകുതി പ്രമോഷണൽ ഡിസ്കഷൻ, പുതിയ ഉത്തരവാദിത്തം, മാനേജ്മെൻറ്റ്, ട്രസ്റ്റ്, ലോങ് ടേം ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷ വിശ്വാസം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം റെപ്യൂട്ടേഷൻ വളരെ പ്രധാനമാണ്. പഴയ ക്ലയൻറ്റ് വഴി പുതിയ ബിസിനസ്, റഫറൽ ഓപ്പർച്യൂണിറ്റീസ്, ലോങ് ടേം കോൺട്രാക്ട്സ്. പക്ഷെ എല്ലാവരെയും വിശ്വസിച്ച് പാർട്ട്ണർഷിപ്പിലേക്ക് ചാടരുത്. പണം വരും, പക്ഷെ അത് ആർക്ക് വേണ്ടി? പൂയ നക്ഷത്രക്കാർ പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾക്ക് മുമ്പ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നോക്കും. വരുമാനം മെച്ചപ്പെടാം, കുടുംബ ചെലവുകൾ കൂടാം, സേവിങ്സിന് പ്രാധാന്യം നൽകണം. ഭൂമി, വീട്, വാഹനം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങൾക്ക് വരും. ലവ് ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ സ്നേഹിക്കുന്നതിന് വാക്കുകളിലൂടെയല്ല, പ്രവർത്തികളിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകണമില്ല. വാക്കുകളിലൂടെ നിങ്ങൾ സ്നേഹം എപ്പോഴും കാണിക്കണം, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ ഇട്ടിട്ട് എന്തായാലും പോവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്ലിയർ ആക്കാം, ബന്ധം കൂടുതൽ ശക്തമാവും. സിംഗിളായവർക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ പരിചയപ്പെടാം. വിവാഹാലോചിക്കുന്നവർക്ക് കുടുംബം പിന്തുണ വർദ്ധിക്കാം. മുമ്പ് വൈകിയ കാര്യം മുന്നോട്ട് പോകാം. സ്ഥിരതയുള്ള ബന്ധങ്ങൾക്ക് സാധ്യത കൂടാം. സ്റ്റുഡൻസിന് ഈ മാസം ഡിസിപ്ലിനാണ് വിജയത്തിൻ്റെ താക്കോൽ. കോമ്പറ്റേറ്റീവ് എക്സാം, ഗവൺമെൻറ് എക്സാം, പ്രൊഫഷണൽ കോഴ്സസ്, ഹയർ സ്റ്റഡീസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകാം. പൂയ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ നല്ല മനസ്സാണ്. പക്ഷെ ചിലപ്പോൾ അത് തന്നെ അവരുടെ ദൗർബല്യവും ആകും. ജൂലൈ മാസം നിങ്ങളുടെ ഒരു കാര്യം പഠിപ്പിച്ചേക്കാം. എല്ലാവരെയും രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതല്ല. ചിലപ്പോൾ സ്വയം തിരഞ്ഞെടുക്കുന്നതും ഒരു അനുഗ്രഹമാണ്. ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നിങ്ങൾ സംരക്ഷിച്ചത് വിലപ്പെട്ടിരിക്കുന്നു.